ഓം നമോ വെങ്കടേശായ. ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു തിരുപ്പതി യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും 10:45 പുറപ്പെടുന്ന കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിൽ 11:20 കായംകുളത്ത് നിന്നുമാണ് ഞാൻ കയറിയത്. പാലക്കാടുള്ള കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. भजले राम नाम सुखधाम भजले राम धाम भजले राम नाम പിറ്റേന്ന് വെളുപ്പിന് 4 മണിയോട് കൂടി തിരുപ്പതിയിൽ എത്തിച്ചേർന്നു. राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम ട്രെയിൻ ഇറങ്ങി നേരെ ചെന്നത് വിഷ്ണു നിവാസം കോംപ്ലക്സിലേക്ക് SST ടോക്കൺ ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അറിയാൻ സാധിച്ചത് വൈകിട്ട് 5 മണിക്ക് ശേഷമേ ടോക്കൺ കൊടുക്കുന്നുള്ളൂ എന്ന്. ഇതിനു മുമ്പ് ഇതേ ട്രെയിനിൽ ഞാൻ പോയി വെളുപ്പിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് SST ടോക്കൺ ബുക്ക് ചെയ്ത് തിരുമലയിലേക്ക് പോയിട്ടുണ്ട്. राम नाम सुखधाम റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുമ്പിലാണ് വിഷ്ണു നിവാസം കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ 1 മണിക്കൂറിന് 50 രൂപ നിരക്കിൽ AC വെയിറ്റിംഗ് റൂം ലഭ്യമാണ്. അവിടുന്ന് കുളിച്ച് ഫ്രഷായി. भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम സമയം 6:30 ആകുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് ബസ്സിലാണ് പോകുന്നത്. അപ്പ് ആൻഡ് ഡൗൺ AC ബസ് ടിക്കറ്റ് നിരക്ക് 200 രൂപയാണ്. संत समागम संत समागम संत समागम संत समागम करे निरंतर संत समागम करे निरंतर जग से हो उपरा जग से हो उपरात ब्रह्मानंद परम पद അങ്ങനെ ബസ്സിൽ കയറി തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. आनंद परम पद पावे मन होवे निष्काम मनवा मन होवे निष्काम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम राम नाम सुख राम नाम सुख राम नाम सुखधाम ബസ് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ കയറി. നേരത്തെ ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. राम नाम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम
പിന്നീട് ബസ് പോകുന്നത് ചെക്ക് പോയിന്റിലേക്കാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി നമ്മുടെ ബാഗും ദേഹപരിശോധനയും കഴിഞ്ഞ് വീണ്ടും ബസ്സിനുള്ളിൽ കയറണം. പിന്നീട് പോകുന്നത് മലകയറ്റമാണ്, തിരുമലയിലേക്കുള്ള മലകയറ്റമാണ്. संत समागम संत समागम संत समागम संत समागम करे निरंतर संत समागम करे निरंतर जग से हो ഏകദേശം 45 മിനിറ്റോളം യാത്രയുണ്ട് തിരുമലയിലേക്ക്. ब्रह्मानंद परम पद पावे ब्रह्मानंद ब्रह्मानंद परम पद पावे मन होवे निष्काम मनवा मन होवे निष्काम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम राम नाम सुख राम नाम सुख राम नाम सुखधाम राम नाम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम सुखधाम संत समागम संत समागम संत समागम संत समागम करे निरंतर संत समागम करे निरंतर അങ്ങനെ വെങ്കടാചലപതി തിരുമലയിൽ വെങ്കടേശ്വരന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. जग से हो उपरात ब्रह्मानंद परम पद पावे ब्रह्मानंद ब्रह्मानंद परम पद पावे ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് സ്വാമി പുഷ്കരണി തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നത്. मन होवे निष्काम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम राम नाम सुख राम नाम ഈ കാണുന്നതാണ് ബ്രഹ്മോത്സവത്തിന് എഴുന്നള്ളിക്കുന്ന തേര്. राम नाम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब സ്വാമി പുഷ്കരണി തീർത്ഥക്കുളത്തിലെ കുളിയും കഴിഞ്ഞ് നേരെ പോകേണ്ടത് വരാഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ കണ്ടു തൊഴണം. राम नाम सुखधाम भजले राम नाम सुखधाम
संत समागम संत समागम संत समागम പുഷ്കരണി തീർത്ഥക്കുളത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് വരാഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വരാഹസ്വാമി ക്ഷേത്രം. करे निरंतर जग से हो उपरात जग से हो उपरात ब्रह्मानंद परम पद पावे ब्रह्मानंद ब्रह्मानंद परम पद पावे मन होवे निष्काम मनवा मन हो വരാഹസ്വാമി ദർശനവും കഴിഞ്ഞ് നേരെ പോയത് ഹനുമാൻ കോവിലിലേക്കാണ്. തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന് അഭിമുഖമായിട്ടാണ് വിഗ്രഹ പ്രതിഷ്ഠയുള്ളത്. राम नाम सुखदाम राम അങ്ങനെ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ ദർശനം ലഭിച്ചതിന് ശേഷം നേരെ വെങ്കടേശ്വര ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിനായി ഫ്രീ ദർശൻ കൗണ്ടറിലേക്ക് നടന്നു. धाम भजले राम नाम सुख സമയം ഏകദേശം 9:30 ക്ഷേത്രമുറ്റം വിജനമാണ്. ഇന്ന് ക്ഷേത്രത്തിലെ സന്ദർശകർ കുറവാണ്. വേഗം ഭഗവാനെ കണ്ട് ദർശനം ലഭിക്കും എന്ന് കരുതി വീണ്ടും നടന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ഭക്തരും ഭഗവാന്റെ ദർശനത്തിനായി ക്യൂവിലാണെന്ന്.
ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്ക് ഫ്രീ ബസ് സർവീസ് ഉണ്ട്. ടാക്സി വാഹനങ്ങളും കിട്ടും. ടാക്സി വാഹനങ്ങളിൽ ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. കുറച്ച് നടന്നിട്ട് ഞാനും ടാക്സിയിൽ കയറി. ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മലയുടെ മുകളിലാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് പ്രിയദർശൻ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम सुखधाम संत समागम संत समागम संत समागम संत समागम करे निरंतर संत समागम. അങ്ങനെ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ 59-ാം നമ്പർ ഗേറ്റിലേക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിനായി പ്രവേശിച്ചു. जग से हो उपरात ब्रह्मानंद परम पद पावे ब्रह्मानंद ब्रह्मानंद परम पद നമ്മൾക്ക് വേണ്ടുന്ന ആഹാരവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ ഈ ക്യൂവിനകത്ത് ലഭ്യമാണ്. मन होवे निष्काम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम राम नाम सुख राम नाम सुख राम नाम सुखधाम. राम नाम भजले राम नाम सुखधाम. ആ ദൂരെ കാണുന്നതാണ് ശ്രീകോവിൽ. അവിടേക്കാണ് നമുക്ക് ചെന്നെത്തേണ്ടത്. അവിടെയാണ് ഭഗവാൻ വെങ്കടേശ്വരൻ ലക്ഷ്മി ദേവിയോടൊപ്പവും പത്മാവതി ദേവിയോടൊപ്പവും കൂടിയുള്ളുന്നത്. तेरा पूरन हो सब काम तेरा पूरन हो सब काम भजले राम नाम सुखधाम भजले राम नाम सुखधाम. संत समागम ഇപ്പോൾ സമയം വൈകിട്ട് 4:40. എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ. ക്യൂവിൽ തന്നെയാണുള്ളത്. समागम संत समागम करे निरंतर संत समागम करे निरंतर जग से हो उपरात जग से हो ഇപ്പോൾ സമയം 7:30. ഇന്ന് ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു. ആഹാരവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യവും ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ല. ब्रह्मानंद परम पद पावे मन होवे निष्काम मनवा मन होवे निष्काम भजले राम नाम सुखधाम भजले राम नाम सुखधाम भजले राम नाम सुखधाम. രാത്രി 9:30 ആയപ്പോൾ ഒരു ഹാളിൽ പ്രവേശിപ്പിച്ചു. ആ ഹാളിൽ ഏകദേശം 200 ഭക്തജനങ്ങളെങ്കിലും കാണും. അങ്ങനെ ഒരു 6 ഹാള് ഞാൻ കണ്ടു.
അവിടുന്ന് രാത്രി 1 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ ഹാൾ ഓപ്പണായി. നേരെ ബാഗും മൊബൈൽ ഫോണും കൊടുത്തിട്ട് മറ്റൊരു ഹാളിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അവിടുന്ന് രാവിലെ 10:30 ആയപ്പോൾ ആ ഹാൾ തുറന്ന് വീണ്ടും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിനായി ക്യൂവിലേക്ക് പോയി. രാവിലെ 11:30 ആയപ്പോൾ വെങ്കടേശ്വര ഭഗവാൻ ദർശനം തന്നു. ഹുണ്ടിയിൽ കാണിക്ക സമർപ്പിച്ചതിന് ശേഷം ലഡു കൗണ്ടറിലേക്ക് പോയി ലഡുവും വാങ്ങി തിരിച്ച് നമ്മൾ ആദ്യം കണ്ട ഹനുമാൻ കോവിലിൻ്റെ അടുത്ത് വരണം. ആ ഹനുമാൻ കോവിലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ കൊടുത്ത ബാഗും മൊബൈൽ ഫോണും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. അതും വാങ്ങി നേരെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക്. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. തിരികെയുള്ള ട്രെയിൻ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് 2:35 പുറപ്പെടുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നിന്ന് ക്യൂ ഭഗവാന്റെ ദർശനം കിട്ടിയത് വെള്ളിയാഴ്ച രാവിലെ 11:30. ഏകദേശം 25.5 മണിക്കൂറോളം ക്യൂ നിന്നാണ് ഭഗവാൻ ദർശനം തന്നത്.